Felix, give it to me. No! Give it to me! No! Hey, Felix! I said, give it to me! No! Felix. I don't want to hear any explanations. ഇതിനു മുൻപേ എക്സ്പെൽ ചെയ്യേണ്ടതാണ് ഇയാളെ. അത്രമാത്രം കംപ്ലൈൻറ്റ്സ് ആയി ഇയാളുടെ പേരിൽ. ബട്ട് ദിസ് കാൻ ബി ടോളറേറ്റഡ്. സ്കൂൾ കോമ്പൗണ്ടിൽ ഗ്രാസ് ഉപയോഗിച്ചതും പോരാ, ഈ സാറിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അറിയാം സാർ. എന്നാലും ഫെലിക്സിന്റെ ലോക്കൽ ഗാർഡിയൻ എന്ന നിലക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു പ്രാവശ്യം കൂടി. സോറി മിസ്റ്റർ ചാണ്ടി, വി ഹാവ് ഓൾറെഡി ഡിസൈഡഡ്. ഫെലിക്സിനെ മാത്രമല്ല, ഇവരെയും ഡിസ്മിസ് ചെയ്യുക. കൊറിയയിൽ നിന്ന് ഇവിടെ ഒന്ന് പഠിക്കുന്നതായി ഈ കുട്ടികൾ. ഇവരെയും ഫെലിക്സ് സ്പോയിൽ ചെയ്തു. ഹീസ് എ ബോൺ ക്രിമിനൽ. ഫുട്ബോളർ എന്ന് പറഞ്ഞ് ഇത്രയും നാളും ഈ പയ്യനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്ന ഇയാളാ. ഇപ്പൊ ഇയാൾക്ക് തന്നെ കിട്ടി. യു മേ ലീവ് മിസ്റ്റർ ചാണ്ടി and collect the TC from the office. You can also leave since your parents are coming tomorrow. താങ്ക് യു മമ്മി. ഞാൻ വിളിച്ചു നോക്കാം. ചേട്ടൻ വരുമോ? ഓക്കെ മമ്മി, ബൈ. ഗുഡ് ആഫ്റ്റർനൂൺ. ബർത്ത്ഡേ ബോയ് എവിടെ? ചേട്ടാ വാ, എല്ലാരും വെയിറ്റ് ചെയ്യാ. പ്ലീസ് രോഹൻ, ഇവന്റെ ആഗ്രഹമല്ലേ. നീതുനിധി കാര്യമില്ല. ഓക്കെ, ഞാൻ വിളിക്കണില്ല. അനിയനല്ലേ വിളിക്കുന്നേ? അനിയനോ? എന്റെ മമ്മി എന്നെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. മമ്മി മരിച്ചപ്പോൾ ഡാഡിയുടെ ഹോസ്പിറ്റലിലെ നേഴ്സ് കണ്ണും കൈയും കാണിച്ച് വളച്ചത് എന്റെ ഡാഡിയെ. ആ ഡേട്ടി വെച്ചിന്റെ മകൻ അങ്ങനെ എന്റെ അനിയനാവാ? നീതു, രാഹുൽ എവിടെ? അവിടെ നിന്ന് കരയുക. കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചതിന് രോഹൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു മിനിറ്റ് സമയം എനിക്കുക, ഞാൻ ശരിയാക്കി തരാം. മിസ്റ്റർ റോഹൻ, എന്റെ പേര് കുര്യാക്കോസ്, അറിയാലല്ലേ? കുറച്ചു നാൾ മുമ്പ് കുപ്പായം ഇട്ട് നടന്നിരുന്ന കാലത്ത് ഞാൻ കുര്യാക്കോസ് അച്ഛനായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ഒന്ന് വിളിക്കുക. അല്ലയോ കുഞ്ഞാടേ, നിന്റെ പരിശുദ്ധ പിതാവിന്റെ തിരുരക്തത്തിൽ ഭൂജാതനായ നിന്റെ കുഞ്ഞനിയൻ കുഞ്ഞാടിന്റെ ജന്മദിനം കൊണ്ടാടാൻ കർത്താവിന്റെ നാമത്തിൽ വന്നരുളിയാലും എന്നായിരിക്കും. ഇതിപ്പോ കുപ്പായം ഊരിയ നിലക്ക് പട്ടികൾ വരണം മോനെ. എഴുതകളാ. ഇപ്പോൾ നീ കേട്ടതാണ് സുവിശേഷം. രോഹനെത്തി. അപ്പൊ ഇനി സമയം കളയണ്ട. രാഹുൽ, മെഴുകുതിരി ഊതി കേക്ക് മുറിച്ചോളൂ. ചേട്ടനും അനിയനും കൂടി ഒരുമിച്ചായിക്കോട്ടെ കേക്ക് മുറി. രോഹൻ, എന്താ ഇത്? കേക്ക് റെഡി. മിസ്റ്റർ വിജയ്, ഇതിൽ കയറി നമ്മൾ കൊത്തേണ്ട ആവശ്യമുണ്ടോ? സെന്റ് സേവിയേഴ്സിൽ നിന്നുള്ള ഇൻവിറ്റേഷനാ അവരുടെ ഗോൾഡൻ ജൂബിലി. 5 days സെലിബ്രേഷൻ. എല്ലാ ദിവസവും എക്സിബിഷൻ മാച്ചസ് ഉണ്ട്. ടെന്നീസ്, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. ഓരോ ദിവസവും ഓരോ സ്കൂളുമായിട്ടാ. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഫുട്ബോളിനാ. അതാ താങ്കളോട് ചോദിച്ചത്. നമ്മള് ഈ ഇൻവിറ്റേഷൻ കണ്ടില്ല എന്നടിക്കുന്നതല്ലേ ബുദ്ധി? അല്ല,
ഇതുവരെ സെന്റ് സേവിയേഴ്സുമായിട്ട് നമ്മൾ ജയിച്ചിട്ടില്ലല്ലോ. സർ, ഫുട്ബോളിന്റെ കാര്യത്തിൽ വിജയ് സാറിനെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത്. അക്കാര്യത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ മാതൃക പിന്തുടരുകയല്ലേ ചെയ്യുന്നത്. സമ്മതിച്ചു, ഞാൻ കോച്ചായിട്ട് ഇതുവരെ സെന്റ് സേവിയേഴ്സുമായിട്ട് ജയിച്ചിട്ടില്ല. പക്ഷെ എന്നും റിസൾട്ട് അതായിരിക്കും എന്ന് വിചാരിക്കരുത്. ഫുട്ബോളിൽ എന്ത് സംഭവിക്കാം. ശരിയാ, ചിലപ്പോ ഇന്ത്യ ബ്രസീലിനെ വരെ തോപ്പിക്കാം. സ്റ്റുഡൻറ് സ്പോർട്സിനും ഗെയിംസിനും ഒന്നും അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, സ്റ്റഡീസിലാ. ഫുട്ബോളും ക്രിക്കറ്റും എന്നുള്ള പേരിൽ പിള്ളേരെ അവിടെ ഇവിടെ പറഞ്ഞു വിടുന്നത് അൺനെസസറി വേസ്റ്റ് ഓഫ് ടൈം. യു ആർ റോങ് മിസ്സസ് മേരി ലൂക്ക. സ്പോർട്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. വെൽ, നമ്മളിപ്പോ ആലോചിക്കേണ്ടത് നമ്മൾ അവരുടെ ഗ്രൗണ്ടിൽ ചെന്ന് കളിച്ചാൽ മാനം കെടാതെ തിരിച്ചു വരാൻ ഒക്കുമോ എന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒറ്റ വഴിയുള്ളൂ സാർ. സെന്റ് സേവിയർ സ്കൂളിലെ സകല പ്ലേയേഴ്സിന്റെ കാല് തല്ലിയോടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കുക. സർ, ദിസ് ഇസ് ടു മച്ച്. ഒരു എക്സാം ആകുമ്പോൾ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ജയിക്കാം. പക്ഷേ ഗെയിം ആകുമ്പോൾ ഒരു ടീമിനെ ജയിക്കാൻ പറ്റൂ. എന്നാലും ഞാനിതൊരു ചാലഞ്ചായിട്ട് എടുക്കുക. ഇത്തവണ ഞാനും എൻ്റെ ബോയ്സും ജയിക്കും. ആ ജയം കൊണ്ടായിരിക്കും ഞാൻ ഈ ഇൻസൾട്ടിനൊക്കെ മറുപടി പറയുക. ഐ അപ്രീഷിയേറ്റ് യുവർ കോൺഫിഡൻസ് വിജയ്. എനിവേ, നമ്മൾ അവരുമായി കളിക്കാൻ തീരുമാനിക്കുന്നു. എന്താ? താങ്ക് യു സർ. ഹലോ ഹലോ സർ, എന്നെ മനസ്സിലായോ? ഫെലിക്സ്? യെസ്, ഫെലിക്സ്. ഞാൻ പോയിട്ടില്ല സർ. ഒരു ഗുഡ് ന്യൂസ് സാറിനോട് പറയാനാണ് ഇപ്പം വിളിച്ചത്. ഞാൻ സെൻറ്റ് സേവിയേഴ്സിൽ ചേർന്നു. എൻ്റെ ഫാദറിനെ അറിയാമല്ലോ അല്ലേ? ഡെറാഡൂണിൽ ചേർക്കാൻ പോയപ്പോൾ ഞാൻ വാശി പിടിച്ചിട്ടാ സെൻറ്റ് സേവിയേഴ്സിൽ തന്നെ ചേർത്തേ. സാറിൻ്റെ ഒപ്പം സ്കൂളിൽ തന്നെ. പിന്നെ എക്സിബിഷൻ മാച്ചിന് സാറിന് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിലേക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാനുണ്ടാവും ഗ്രൗണ്ടിൽ, അതേ പൊസിഷനിൽ. നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലേ സാർ? ഞാൻ സാറിൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിന് കൊടുക്കാം, എൻ്റെ പുതിയ കോച്ച്. ഹലോ വിജയ്, ഫെലിക്സിനൊപ്പം ഞാനും എത്തി ഇവിടെ. ഇനി നമ്മൾ തമ്മിലും കൂടിയാ കളി. മനസ്സിലായോ എന്നെ? ഞാനാ റോഡ്രിക്സ്. പണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് കളി കളിച്ചാണല്ലോ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? പണ്ടത്തെ കണക്കുകളൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി തീർക്കാം. എന്താ? തീർക്കാം. വി വിൽ സീ. യു ബ്ലഡി ചീറ്റ്.